ഹായ്, ഞാൻ ദീപ. അപ്പം നമ്മുടെ Q&A സെഷൻ വീണ്ടും തുടരുകയാണ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. അപ്പം ഇന്നത്തെ ചോദ്യം, ഹൗ ഡു യു ലവ് യുവർ സെൽഫ്, ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം? ജസിൻ തോമസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് കോൺഫിഡൻസ് എനിക്കറിയത്തില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള കോൺഫിഡൻസ് ആണെങ്കിൽ അത് ബൈ പ്രാക്ടീസ് ആണ്. പിന്നെ ലൈഫിലുള്ള കോൺഫിഡൻസ് യെസ് ചിലപ്പം കാണുമായിരിക്കും. നമുക്ക് പയ്യെ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻറ്റും ഭയങ്കര അല്ലെങ്കിൽ ഈ സെൽഫ് ലവ് ഒക്കെ അതിൻ്റെ മാക്സിമത്തിലുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഒരു മീഡിയം ലെവൽ എന്താണ് ഉണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം എനിക്കുണ്ട്. പിന്നെ കോൺഫിഡൻ്റ് ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ബൈ ബർത്ത് എനിക്ക് ആ കോൺഫിഡൻസ് ഒന്നും കിട്ടിയൊന്നുമല്ല. നമ്മൾ വന്ന വഴികളാണെങ്കിലും അത്ര അത്ര നല്ല രീതിയിലല്ല. ഈ മറ്റേ കല്ലും മുള്ളും ചവിട്ടി വന്നു എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അങ്ങനെ അത്രയും എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് ഇപ്പം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത ഒരു 3-4 വർഷമായിട്ടാണ് ഞാൻ വളരെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ തട്ടുകേടൊന്നും ഇല്ലാണ്ട്. അതിന് മുന്നേ വരെ എനിക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, മുന്നിൽ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, തലവേദനകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം അതിലേക്കെല്ലാം എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ കിട്ടിയതാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൗ യു ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. എങ്ങനെ ഞാൻ എന്നെ ലവ് ചെയ്യുന്നത്, എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞ് എനിക്ക് കുറേ തെറിവിളി കിട്ടിയതാണ്. ഇപ്പോൾ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, ഞാൻ എനിക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. തീരെ പൊടിയായിരുന്ന സമയത്തെ കാര്യം പറഞ്ഞത്. അത് അവരോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, ഞാനൊന്ന് സെറ്റായിട്ട് നേരെ ചൊവ്വേ നിന്നാൽ മാത്രമാണ്. എനിക്ക് നേരെ സമയത്തിന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ തലവേദന വരും, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. പ്രശ്നമായിരിക്കത്തില്ല, അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളാണ്. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ നിന്നാലാണല്ലോ എനിക്ക് എൻ്റെ പിള്ളേരെ നോക്കാൻ പറ്റുന്നത്. സോ ഒരു നല്ല ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ കണ്ടേക്കുന്ന അമ്മേനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ പിള്ളേർക്കും ഹസ്ബൻഡിനും ഒക്കെ വേണ്ടിയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് തള്ളിയിട്ട് അവസാനമായപ്പോഴത്തേക്കും എന്തിനായി പോയി എന്നുള്ളൊരു രീതിയിലായി പോയ ഒരാളാണ് എൻ്റെ അമ്മ. അപ്പം അമ്മേനെ കണ്ടതോടെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, എനിക്ക് പ്രയോറിറ്റി കൊടുക്കും. അല്ലാതെ ഈ ബാക്കിയുള്ളവർക്ക് ഒരു സെർവന്റിനെ പോലെ നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് ആദ്യമേ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്തൊരു കാര്യമാണ്. സോ പിള്ളേരെ നോക്കണമെങ്കിൽ തന്നെ അത് ഞാൻ നേരെ നിൽക്കണമല്ലോ. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവാതെ, ഞാൻ ബേൺ ഔട്ട് ആവാതെ, ഞാൻ എക്സോസ്റ്റഡ് ആവാതെ നിന്നാൽ മാത്രമാണല്ലോ അവരെ നോക്കാൻ പറ്റുന്നത്. സോ അതിന് എനിക്ക് ഒത്തിരി തെറിവിളി കിട്ടിയതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്ക് പ്രയോറിറ്റി കൊടുക്കും ഒത്തിരി കാര്യങ്ങളിൽ. എനിക്ക് തീരെ വയ്യാതാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഞാനില്ലെങ്കിൽ അവർ ജീവിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയി എനിക്ക് എടുക്കേണ്ട റെസ്റ്റ് ഞാൻ എടുത്തിരിക്കും. ഇപ്പോൾ ഒരു പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകാറില്ല. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് അനാവശ്യമായ ഒരു കാര്യങ്ങളും എടുത്ത് തലയിൽ വെക്കാനായിട്ട്, അനാവശ്യമായ ഒത്തിരി കാര്യം തലയിൽ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇഷ്ടമില്ലാണ്ട് ഫോഴ്സ് ചെയ്യിച്ച് എന്നെ ഒരു കാര്യം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം എനിക്ക് മൈൻഡിന് ഒരു സന്തോഷം ഉണ്ടാവണം. അതില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കാറില്ല. സോ ഇപ്പം എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിൽ അറിവുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ എനിക്കും കൂടെ തോന്നണം. അല്ലാതെ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും മുന്നോട്ട് വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പയ്യെ അവിടുന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറും. അതൊരു പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. ആൾക്കാർ അഡ്മയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇത് കൊള്ളാം, നിനക്കിതിന് കഴിവുണ്ട്, അപ്പോൾ എനിക്കും കൂടി ഇതൊന്ന് ചെയ്തതാ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നൊരു പരിപാടിയൊന്നുമില്ല. പൈസയ്ക്ക് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. എനിക്ക് തോന്നണം വർത്ത് ദ എഫേർട്ടാണ്, എനിക്കതുകൊണ്ട് എനിക്കെങ്കിലും സന്തോഷം ഉണ്ടാവണം. അവരിപ്പം അതിന് ഒരു വാല്യൂ കൽപ്പിച്ചില്ലേ പോലും എനിക്കൊരു വില ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ എന്തെങ്കിലും പഠിക്കാനുണ്ടാവണം. അല്ലാതെ ഒരു കാര്യത്തിന് അനാവശ്യമായിട്ട് എഫേർട്ട് ഇട്ട് എൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സമയം നഷ്ടപ്പെടുത്താനോ ഒന്നും ഞാൻ റെഡിയല്ല. അപ്പം അതൊരു പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. അതുപോലെ എന്നെ ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എന്നെ വലിച്ചിടാറുണ്ട് പലരും, പല സമയത്തും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ ചെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ രീതികളല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതിന് യാതൊരുവിധ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇന്നതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ അതിനെ ആ വഴിക്കേ പോകാറില്ല. ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല. സോ അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയാണ്. അത് എൻ്റെ ഒരു വേ ഓഫ് സെൽഫ് ലവ് ആണ്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാറില്ല. അത് കുഞ്ഞിലേ തൊട്ടേ എൻ്റെ ഫാമിലിയും അങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മളെ ഒന്നും ഒരു കാര്യത്തിനും അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു ഫാമിലി അല്ല. അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരിക്കലും എൻ്റെ അപ്പനും അമ്മയും അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു ഫാമിലി മെമ്പർ, ഇപ്പം അങ്കിൾമാരോ ആൻറ്റിമാരോ ഒന്നും വന്ന് കൈകടത്തുന്ന ഒരു ഫാമിലി ആയിരുന്നില്ല എൻ്റെത്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇപ്പം നമുക്കൊരു കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഒരു കാര്യം ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ജോലി രാജിവെക്കണം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ആരും അഭിപ്രായം പറയാൻ വന്നിട്ടില്ല. അഭിപ്രായം പറഞ്ഞാൽ പോലും നമ്മളത് മുഖവിലേക്ക് എടുക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫാമിലിയുടെ പ്രയോറിറ്റി. പ്രയോറിറ്റി അല്ല, അതിൻ്റെ ഒരു നേച്ചർ. അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. ആരെങ്കിലും പുറമേ നിന്ന് വന്ന് പറയുവാണ് നിനക്കിത് ചെയ്യാൻ പറ്റില്ല, നിന്റെ ഹെൽത്ത് ഇതിന് ഓക്കെ അല്ല, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഇപ്പോഴാണെങ്കിൽ പോലും ഈ കരിയർ സ്വിച്ചും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും ഈ യൂട്യൂബിൽ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കമൻസ് ആണ്, ദീപ ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. അത് എൻ്റെ നേച്ചറാണ്. അത് മേ ബി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷേ ഐ ഡോണ്ട് കെയർ. ഞാൻ ഒരു ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയ ട്രൈ ചെയ്ത് നോക്കി, അത് എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാലാണ് ഞാൻ എടുത്ത് കളഞ്ഞേച്ച് പോകുന്നത്. അല്ലാതെ വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല. എനിക്ക് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. അപ്പം എൻ്റെ ലൈഫ് എങ്ങനെ പോകണം, എനിക്കിപ്പം ആദ്യം IT-യിലായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും IT-യിലേക്ക് പോയി, അത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഇനി എന്തെന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, അല്ലെ നീ വെറുതെ ഇരിക്കാണ്ട, പെട്ടെന്ന് എവിടെയെങ്കിലും ജോലിക്ക് കയറി. ഞാൻ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾക്കാർ ജോലിക്ക് പോകും എന്നുള്ളതായിരുന്നു. ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തിനാണ് നീ ജോലിക്ക് കയറിയെന്നായി. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് ജോലി വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്ത് അത് വേണ്ട, ഇറങ്ങിപ്പോവാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരാളുടെ ഒരു ഡിസിഷൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം, ഞാനൊരു കാര്യത്തോട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് താല്പര്യമില്ല അതിന് പോകാനെങ്കിൽ ആരും എന്നെ നിർബന്ധിക്കാറില്ല. അതിപ്പം എൻ്റെ കൂടെ വന്ന പാർട്ട്ണർ ആണെങ്കിലും സെയിം ആണ്. എൻ്റെ വീട്ടിലെ അതേ ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെയും കിട്ടിയേക്കുന്നത്. സോ എനിക്ക് അങ്ങനെ ഭയങ്കര തലവേദനകളില്ല. അപ്പം എനിക്ക് ആ രീതിയിൽ എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഒരു കാര്യം നടക്കുന്നുണ്ട്. ആരും അതിനകത്ത് കൈകടത്താനായിട്ട് ഞാൻ സമ്മതിക്കാറുമില്ല. കൈകടത്തി കഴിഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം അതും ഒരു പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ള ലൈഫിലെ എക്സ്പോഷറാണ്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഉറക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. എനിക്ക് മനസ്സിലായിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പോഷർ, ഇതാണ് എൻ്റെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ പറയുവാണെങ്കിൽ ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിലേ തൊട്ടേ കുറേ അധികം കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ ഫാമിലി എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് സെറ്റ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഒരിക്കലും 2 സ്റ്റെപ്പ് പുറകോട്ട് മാറുകയല്ല ചെയ്തത്. ഞാൻ എനിക്ക് കിട്ടിയ എക്സ്പോഷർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. കിട്ടിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഫെയിലായി പോകും എന്നൊക്കെയുള്ള അവസ്ഥ വന്നിട്ടും, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്തതാണെങ്കിലും എനിക്ക് വേണേൽ ചെയ്യാതിരിക്കാം, പക്ഷെ ചെയ്യാതിരിക്കുകയല്ല ചെയ്തത്. അത് ഓരോന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. ഫെയിലായതിനെ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പം ആദ്യം കുഞ്ഞിലെ എടുത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഫാമിലിയിൽ അവർക്കൊരു തോന്നലുണ്ടായി, ഓക്കെ ഇവളെ ഏൽപ്പിച്ച ഇനി ഈ കാര്യം കൂടി ഇവൾ ചെയ്തോളും. അങ്ങനെ എടുത്താൽ പൊങ്ങാത്തത്ര കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ സിമിലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കല്ല് പോലെ നിൽക്കും. നമുക്കിതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള മട്ടിൽ. അപ്പം നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആവാനൊക്കെ റെഡിയായിരുന്നു. അപ്പം എൻ്റെ ഫാമിലി തന്നെ എനിക്കറിയാം, ഇത്രയും കാര്യത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടും അതിലോട്ട് ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലാത്ത, അതിൽ നിന്ന് മറ്റേ ഒളിച്ചോടി പോയ ആൾക്കാർക്കൊന്നും അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവർക്കത് എക്സ്പോസ്ഡ് ആയാലാണ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനേ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള റീസൺ എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എക്സ്പോഷറാണ്. അത് ഞാൻ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, അതിപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ ആരും ഒന്നും വകവയ്ക്കത്തില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ വേണമെന്ന് ചെയ്ത് നോക്കിക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക, ഡീൽ ചെയ്യാൻ നോക്കുക.
അപ്പം വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ ഇൻവോൾവ് ആക്കും. അപ്പം അതും നമ്മൾ ഈ തലവേദനയ്ക്കൊക്കെ പോയി നമ്മൾ വെറുതെ മറ്റേ വെയിലും കൊണ്ട് മെനക്കെട്ട് ക്ഷീണിച്ച് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം കളഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇതൊക്കെ ഓരോ ചെറിയ സ്റ്റെപ്സ് ആണ് ടുവേർഡ്സ് ദ കോൺഫിഡൻസ്. നമുക്കിനി നെക്സ്റ്റ് എന്ത് വന്നാലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് കോൺഫിഡൻസിൻ്റെ ഒരു ഇത്. കാരണം ഫാമിലിയിലാണെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും ജോലി പോകുന്നതാണെങ്കിലും അങ്ങനെ എന്താ പറയണ്ടേ, കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, ചെറുപ്രായത്തിൽ വലിയ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഡീൽ ചെയ്ത് ആ ഒരു എക്സ്പോഷർ, ആ ഒരു പേടി ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്തും നമുക്ക് നേരിടാം, എന്ത് വന്നാലും നമുക്ക് നോക്കാം എന്നുള്ളതായി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകാറില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കുറച്ച് കൂടിയതിൻ്റെയാണോ ആൾക്കാരെയൊക്കെ ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് വേണ്ട എന്ന് എനിക്ക് എപ്പോഴും തോന്നുമെങ്കിലും ഓട്ടോമാറ്റിക്കലി പിന്നെ ഇതിനൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആയി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പം നമുക്ക് ഇപ്പോഴേ ഒരു ചെറിയ പ്രശ്നം വരും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സകല വിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കും. അപ്പം അതും ഒരു നെഗറ്റീവ് സൈഡാണ് ഇതിൻ്റെ. അതുകൊണ്ട് എന്താ, എനിക്ക് പേടിയാണ്. ഐ മീൻ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പം നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. ചില ഏരിയാസിൽ നമുക്ക് തട്ടുകേട് കിട്ടാതിരിക്കാൻ അന്നേ ഓവർ തിങ്ക് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം നോക്കുമ്പോൾ ഇവരത് വളരെ എന്താണ് ഒട്ടും ഒരു കെയർലെസ് ആയിട്ട് അവർ ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അതുണ്ടല്ലോ ഇത് ഇങ്ങനെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറയാനായിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ അവരത് തന്നെ പഠിച്ച് തെറ്റി മനസ്സിലാക്കി ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവേണ്ടതാണ്. അതിന് പകരം ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വില വയ്ക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അവർക്ക് ഭയങ്കര അനോയിങ് ആണ്. പക്ഷെ അതെനിക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആൻസൈറ്റി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എടുത്തപ്പോൾ ഉണ്ടായ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും ഉണ്ട്. അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു സംഭവം കിടപ്പുണ്ട്. അപ്പോൾ സ്ട്രെസ് ആൻസൈറ്റി ഇതിൻ്റെ കൂടെ വരുന്നൊരു സംഭവമാണ് എനിക്ക് മനസ്സിലായിടത്തോളം. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇനി അടുത്തത് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അതൊരു ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് വരാം. അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. എനിക്കൊരു ബേസിക് റെസ്പെക്റ്റ് കിട്ടാത്തടുത്ത് ഞാൻ പിന്നെ അധികം തലയും ചൊറിഞ്ഞ് നിൽക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടാത്ത, അതായത് ചുമ്മാ പോകുന്നതൊക്കെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടാത്ത ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ഒരു പരിപാടി എനിക്കില്ല. അത് ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ലവിൻ്റെ തന്നെ ഒരു പാർട്ടായിരിക്കാം സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ച് എന്താണ് എല്ലാവരും എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കണം, എനിക്കിപ്പോൾ എൻ്റെ പൂമാല ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു ബേസിക് റെസ്പെക്റ്റ് വേണം. ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാണ്ട് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോവാണ്, അപ്പോൾ നമ്മളെ കൊണ്ട് അവരുടെ ഒരു സെർവന്റിനെ പോലെ ആക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്നതും നമ്മളെ അങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ആ ട്രീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നിന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു അപ്രൂവലൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഇന്നത് വേണം. അതൊരു ഈഗോ പ്രശ്നം ഒന്നുമല്ല. സെൽഫ് എസ്റ്റീമും ഈഗോയും തമ്മിലൊരു ചെറിയ നേർവരയുടെ ഇടയ്ക്ക് നിൽക്കും. അപ്പം അത് ഡെവലപ്പ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബേസിക് റെസ്പെക്റ്റ് എനിക്ക് വേണം. തീരെ തറയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് മേ ബി ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഡെവലപ്പായി വന്നതാണ്. അതിപ്പോൾ എങ്ങനെ ഡെവലപ്പ് ആക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത് നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് വേണമെന്ന് നമ്മൾ എപ്പോഴും നോക്കും, പക്ഷെ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം കംഫർട്ടബിൾ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മക്കളുടെ എല്ലാം ഇഷ്ടം നിങ്ങൾ നോക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? എങ്കിൽ അതൊരു സ്റ്റെപ്പായിട്ട് എടുക്കുക, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആക്കുക. ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എനിക്കിഷ്ടമുള്ള സാധനം കഴിക്കണം, അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ എന്താ ഓർഡർ ചെയ്യുന്നത് അത് നോക്കിയിട്ട് അത് ഓർഡർ ചെയ്യുക എന്നുള്ളതല്ല. നമുക്കിഷ്ടമുള്ള കാര്യം ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തെന്ന് പറയുന്നത്
നോ പറയാൻ പഠിക്കുക. അത് ഒത്തിരി കാര്യങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ, അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാതെ എനിക്ക് താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ എൻ്റെ മക്കളോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം നോ പറയാനാണ്. അത് പുറഞ്ചം നോ പറഞ്ഞോ. നിങ്ങളുടെ ടീച്ചറിനോടാണെങ്കിലും നിങ്ങൾക്ക് നോ പറയാം. അത് എന്താണ് ബാക്കി കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്തോളാം. നമ്മൾ അൺകംഫർട്ടബിൾ ആണോ നോ പറയാം. അപ്പം നോ പറയുമ്പോൾ കുറേ അധികം എക്സ്പോഷറിനുള്ള ഇത് പോകാറുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പഠിക്കാനൊരു സംഭവമാണ് എങ്കിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം. പക്ഷെ അങ്ങനല്ല, നമ്മുടെ വാല്യൂസിന് ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളോട് റെസ്പെക്ട്ഫുൾ അല്ലാതെ പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളത് വെച്ച് ചിന്തിക്കണം. നോ പറയണം, നമ്മളെ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ, നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണെങ്കിലും ചെയ്യണം, യെസ്. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻ അത് നമ്മൾ മനസ്സിലാക്കണം, നോ പറയണം. ഇനി അടുത്ത കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ നോ പറയുക എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് ഗെറ്റിംഗ് എക്സ്പോഷർ. നമുക്ക് കിട്ടുന്ന എന്താണ് എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയയിലേക്കും നമ്മളെ തന്നെ നമ്മൾ എക്സ്പോസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ പഠിക്കാനാണ്. നമുക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പം വളരെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയാം. ഇപ്പോൾ ചായ ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ടൈം ഇടുന്ന കണക്കല്ല, കുറച്ച് ഇട്ട് നമ്മളത് കുടിച്ച് നമുക്ക് അതിൻ്റെ ആ രീതികളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പഞ്ചസാരയാണെങ്കിലും അതിൻ്റെ തേയിലപ്പൊടി ആണെങ്കിലും അതിൽ വ്യത്യാസം വരുത്തും. പിന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനൊത്ത രീതിയിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. സെയിം വേ നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് ആ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായി വരുന്നത്. ഇനി അടുത്തത് എല്ലാം ശരിയായിട്ട് എല്ലാം പഠിച്ചിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. എടുത്ത് ചാടുക എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ബേസിക് സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. എൻ്റെ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത കാര്യമാണ്. എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ്, ഞാൻ എവിടെയും പോയി സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ അത്യാവശ്യം എൻ്റെ ഓഡിയൻസ് ആരാന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗോദായിലേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ വൺസ് ആൾക്കാർ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയും വീഡിയോസൊക്കെ കണ്ട് ഒരു ഐഡിയയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ചിലതൊന്നും വീഡിയോസേ ഇല്ല. അപ്പം നമ്മൾ അതുവരെ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതും ശരിയല്ല. നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് നിൽക്കരുത്. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ ആദ്യം 2 ക്ലാസ്സിനൊക്കെ പോയി. ആ ക്ലാസ്സിനൊന്നും പോയിട്ട് എനിക്ക് സെറ്റായിട്ടില്ല. അവർ പഠിപ്പിക്കുന്നത് ശരിയല്ല. അല്ലെങ്കിൽ കാരണം ടെക്നിക്സ് ഒന്നും പഠിപ്പിക്കാതെ ജസ്റ്റ് നോക്കി വരയ്ക്കും എന്ന് പറഞ്ഞ് 2 മാസം പോയി. എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോയി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നാൾ ഞാൻ വിട്ടു. ആ സംഭവങ്ങളൊക്കെ എടുത്ത് ചുട്ടിക്കൂട്ടി അകത്ത് വെച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഒരു ഇത് കണ്ടു. ഞാൻ പോയി ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ കുറച്ച് ഐഡിയാസ് കിട്ടി, കുറച്ചൊരു കോൺഫിഡൻസ് ആയി, ടെക്നിക്സ് കുറച്ചൊക്കെ മനസ്സിലായി ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ മറ്റേ ഭയങ്കരമായ റൂൾസും കാര്യങ്ങളും ഒന്നും ഇല്ല, അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണെന്നുള്ളൊരു മനസ്സിലാക്കല്. ശേഷം ഞാൻ ഇപ്പം ഓരോരോ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് എടുത്ത് അതിലെ ടെക്നിക്സ് ഒക്കെ, പലരും പല ടെക്നിക്സാണ്, അതിലെ എല്ലാ ടെക്നിക്സും പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത്, എല്ലാം പഠിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ ടെക്നിക്സ് മനസ്സിലാക്കിയിട്ടല്ല പെയിൻറ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ വാങ്ങിക്കുക. ഞാൻ ഇപ്പോൾ അത്യാവശ്യം ക്രാഫ്റ്റ് ബുക്കും ഓൾറെഡി വാങ്ങിച്ചു വെച്ചതൊക്കെ ഉണ്ട്. അതും ഒക്കെ വെച്ചിട്ട് ഇപ്പം തകൃതിയായിട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ കൂടുതലിരുന്ന് ചെയ്യാണ്. ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറേ നേരത്തേക്ക് ഓവർ തിങ്കിങ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഇപ്പം അതിലൊരു ഇൻട്രസ്റ്റ് കയറി. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്, നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കോൺഫിഡൻസും നമ്മുടെ സെൽഫ് എസ്റ്റീമും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ തന്നെ പ്രൂവ് ചെയ്യുക. നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിലോ പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് തന്നെ തോന്നണം നമുക്കിതൊക്കെ അറിയാം, നമുക്കിതിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തന്നെ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുകയാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവുമ്പോൾ നമുക്കിത് പോസിബിൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ
നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമുക്ക് ബാഡ് ഡേയ്സ് ഉണ്ടാവും, അന്നേരം നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ല, നമ്മളങ്ങ് ചത്താൽ മതി എന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ ഒരു ഫേസ് ആണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മൾ തന്നെ ഒരു വാല്യൂ കൊടുക്കുക. അപ്പം അത് ചെയ്ത് കഴിയുമ്പം പിന്നെ ആരെന്ത് പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കിയാലും നമ്മളങ്ങനെ പെട്ടെന്നൊന്നും തളരില്ല. ഇനി തളർന്നാൽ പോലും നമ്മൾ വീണ്ടും തിരിച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.